ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമുക്കൊരു അടിപൊളി മജ്ബൂസ് ഉണ്ടാക്കിയാലോ. ഒരു അറേബ്യൻ ഡിഷ്. അതിനായിട്ട് ഒരു വലിയ മീനെടുത്ത് മസാല വെച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ഗ്ലാസ് ബസ്മതി റൈസ്, അത് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ട്. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പുറത്ത് നന്നായിട്ട് പൊരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് മറിച്ചിടുക. അടുത്ത ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നെടുത്ത് മാറ്റാം. മീൻ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ട് ഇനി നമുക്ക് അടുത്തൊരു പാൻ എടുത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പൊരിച്ച മീനിൻ്റെ ബാക്കി ഓയിൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ അത് പച്ചമണം മാറിക്കഴിഞ്ഞാൽ സവാള കൊത്തിയരിഞ്ഞത്, ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളത്, അത് കൊത്തിയരിഞ്ഞ് ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഒരു 2 തക്കാളി പേസ്റ്റാക്കിയത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. അതിനുശേഷം ഞാൻ 2 ഗ്ലാസ് അതിന് മസാല ആഡ് ചെയ്യണം. അത് മജ്ബൂസ് മസാലയാണ്. അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും മജ്ബൂസ് മസാല. അതൊരു 1.5 സ്പൂണ്. ഞാൻ സ്പൂൺ കണക്കല്ല ആഡ് ചെയ്യുന്നത്, മനക്കണക്ക് വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 3 ഗ്ലാസ് വെള്ളം അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് കണക്കാക്കിയിട്ട് 3 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്യണം. അതിനുശേഷം കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. ഒരു ചെറുനാരങ്ങയുടെ 3 സ്ലൈസായി കട്ട് ചെയ്ത കഷ്ണം അതും ആഡ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈസ് ആഡ് ചെയ്യണം. റൈസ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രഷ് ആ മീൻ ഒന്ന് 5 മിനിറ്റ് അതിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം അതിൻ്റെ സത്തൊക്കെ മീനിൻ്റെ സത്തങ്ങ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളത്തിൽ. 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. അതിന് ശേഷം നമ്മൾ കഴുകി വാറ്റ വെച്ച റൈസ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. പൊട്ടാതെ ഇളക്കി രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം ഒന്ന് വലിഞ്ഞാൽ നമുക്ക് ആ മീൻ അതിൻ്റെ മേലെ വെച്ച് ഒന്ന് ദം ചെയ്തെടുക്കണം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കുക. അപ്പം നമ്മളെ ചാനൽ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പിന്തുണ നൽകുക, കമൻറ്റ് അതും രേഖപ്പെടുത്തുക. അപ്പം ദമ്മ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ മീനൊന്ന് മാറ്റി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. റൈസ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം അടിപൊളിയായിട്ടുണ്ട്. റൈസൊക്കെ ഓരോന്ന് വിട്ടാണ് നിൽക്കണത്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.